ഹലോ, നമസ്കാരം. അങ്ങനെ രണ്ടാമതും സംസ്ഥാന സെക്രട്ടറി ആയിട്ട് CPIM-ന്റെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ്. ഇന്നലെ കൊല്ലത്ത് അതിവിപുലമായ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പഴയ ആളുകളൊക്കെ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ള പഴയ ആളുകൾ എന്ന് വെച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വല്ലതും പുതിയ ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷെ കുറച്ചധികം വർഷങ്ങളായിട്ട് പാർട്ടിയെ സംസ്ഥാനത്ത് നയിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധമുള്ള തിരുത്തൽവാദികളാണെന്ന് നമുക്ക് തോന്നി ഒന്നോ രണ്ടോ പേരും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. വ്യക്തത്തിൽ ഈ സംസ്ഥാന സമ്മേളനം പിണറായി വിജയന്റെ ആധിപത്യം ഒന്നുകൂടെ ഉറപ്പിക്കുന്ന കാര്യമാണ്. കാരണം എല്ലാവരും പിണറായി വാഴ്ത്തുന്നത് കേട്ടു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞു കോൺഗ്രസ് SDPയുടെ തടവറയിലാണ്. SDP ചാനലുകാരൊക്കെ കുറച്ചായിട്ട് ഇന്ന് നിരോധിക്കുമോ നാളെ നിരോധിക്കുമോ എന്ന് ചർച്ച ചെയ്യുന്ന ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ PD കേസിൽ ജയിലിൽ കിടക്കുന്ന SDPയുടെ തടവറയിലാണ് കോൺഗ്രസ് എന്നാ പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ SDPക്ക് ഇവിടെ വലിയ പ്രശ്നമുണ്ടോ? SDP എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് MLA ആവത്തില്ലേ, MP ആവത്തില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ അതൊന്നുമല്ല. ഇവിടെ MP ഗോവിന്ദൻ മാഷ് കണ്ണടച്ചിരിട്ടാക്കുകയാണ്, അല്ലെങ്കിൽ RSSന് അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പാല് കൊടുത്ത് അവരെ വളർത്തുകയാണ്. കാരണം അടുത്ത തവണ കോൺഗ്രസ് എന്തായാലും വരാതിരിക്കാൻ വേണ്ടി BJP വോട്ടുകൾ അല്ലെങ്കിൽ സംഘപരിവാർ വോട്ടുകൾ CPM-ലേക്ക് കേന്ദ്രീകരിക്കണം. അതിനു വേണ്ടിയുള്ള പണിയാണ് ഗോവിന്ദൻ മാഷ് എടുക്കുന്നത്. അല്ലാതെ ഇത് ഈ കുറെ ആളുകൾ ഗോവിന്ദൻ മാഷ് ലക്കും ലഹാനും ഇല്ലാതൊക്കെ പറയുന്ന കേട്ടു. സാറ് നമ്മുടെ പാർട്ടിയുടെ താത്വിക ആചാര്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന നിലയിലുള്ള പ്രവർത്തനം ഭയങ്കര പരാജയമായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു സെക്രട്ടറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോവിന്ദൻ മാഷിനെ കാണാം. കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു നിലപാടില്ല. പാർട്ടി നിലപാട് അദ്ദേഹം പറയുന്നത് വ്യക്തതയില്ല. പിണറായി വിജയൻ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹം കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അത് പലതും പേടിച്ചിട്ട് രാവിലെ ഒരു നിലപാട് പറയും. ഇത് സംസ്ഥാന കമ്മിറ്റി തന്നെ അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്താൽ രാവിലെ ഒരു നിലപാട്, വൈകിട്ട് ഒരു നിലപാട്, അങ്ങനെ നിലപാടുകളിൽ മായം ചേർത്തുകൊണ്ട് വ്യതിചലിച്ചുകൊണ്ട് താത്വികമായി ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് താൻ ബുദ്ധിജീവിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ മാത്രം പറയുന്ന ഒരാൾ മാത്രമാണ് ഗോവിന്ദൻ മാഷ്. അല്ലാതെ അദ്ദേഹം ശരിക്കും പറഞ്ഞ പരാജയമാണ്. അദ്ദേഹം പണ്ട് MVR-ന്റെ ഒപ്പം വലങ്കയ്യായി നിന്ന ആളാണ്. MVR പാർട്ടി വിട്ടപ്പോൾ ഇദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക വർഷത്തിനൊപ്പം ചേർന്നു. CP ജോണൊക്കെ ഇദ്ദേഹം ഔദ്യോഗിക വർഷത്തിനൊപ്പം ചേർന്നു. മറ്റുള്ളവർ എന്താ പറയുക MVR-നൊപ്പം പുറത്തുപോയി. അതാണ് നമുക്ക് അറിയാവുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം. ഇദ്ദേഹം പിന്നെ പിണറായിയുടെ വലങ്കൈയായി മാറി. പിണറായിക്ക് വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നതിലൊക്കെ ഇടപെട്ട ആളാണ്. ഇപ്പം മൂന്നാമതും പിണറായി തന്നെ വരുമെന്നൊക്കെയാണ്, പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് മൂന്നാമത് വരുമെന്നൊക്കെയാണ് ഇന്നലെ കൊല്ലത്ത് പറഞ്ഞത്. ഒന്നീ പിണറായി അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ശൈലജ ടീച്ചറിനെയൊക്കെ അവർ സെക്രട്ടേറിയറ്റിൽ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യമൊന്നും അറിയത്തില്ല. അപ്പൊ എന്തായാലും നിരോധനത്തിന്റെ വക്കിലെന്ന് മാധ്യമങ്ങൾ പറയുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസിനെ തടവറയിൽ ഇട്ടേക്കുന്നത് എന്നൊക്കെ പറയുന്നത് RSSന് എന്താ പറയുക പാലു കൊടുക്കുന്ന രീതിയിലാണ്. നമുക്ക് വ്യക്തമാണ്. ഇവിടെ രാജ്യത്ത് മുസ്ലിങ്ങൾ വലിയൊരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടീനെ പോലീസുകാരെ വീട്ടിൽ കയറി കൂട്ടിട്ടുകൊണ്ട് ചവിട്ടിക്കൊല്ലുന്നു. അതുപോലെ തന്നെ ചില മുസ്ലിം പ്രവർത്തകരെ അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ആളുകളെ പല കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. ഒരു 20 ദിവസത്തിനുള്ളിൽ ഒരു കുട്ടീനെ ചവിട്ടിക്കൊല്ലുന്നു. MK ഫൈസി അടക്കം 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. നമ്മൾ അറിയാത്ത എത്ര പേരെ അറസ്റ്റ് ചെയ്തതാണ്. ഇതിനൊക്കെ കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടുണ്ടോ? SDPയുടെ തടവറയിലാണെങ്കിൽ ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റിലെങ്കിലും കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടണ്ടേ? അതുപോലും മിണ്ടാൻ സാധിക്കാത്ത രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് SDPയുടെ തടവറയിലാണെന്ന് ഇത്ര വിവരക്കേട് വിളിച്ചു പറയാൻ ഗോവിന്ദ മാഷിന് കഴിയുക? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അത് RSSനെ തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്നാലേ അടുത്ത തവണ BJP കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നൊരു അജണ്ട ദേശീയ തലത്തിൽ ഉള്ളതുകൊണ്ട് ആ വോട്ടൊക്കെ ഇങ്ങോട്ട് മറിയത്തുള്ളൂ. വേറെ കാര്യം, കേരളത്തിലെ പല കോൺഗ്രസ്സുകാരും BJP-ആയിട്ട് അന്തർധാര ഉണ്ടെന്നുള്ള കാര്യം വേറെ കാര്യം. ഇന്നലെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടു, കോൺഗ്രസിൽ നിന്ന് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ പുറത്താക്കുമെന്ന്. നമ്മൾ തമാശയ്ക്ക് ചോദിച്ചു, കോൺഗ്രസ് പിരിച്ചുവിടാൻ പോവാന്ന്. ആ ഒരു തലത്തിലാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. അപ്പോ ഗോവിന്ദൻ മാഷി പറഞ്ഞത് ഒട്ടും എന്താ പറയാ ലളിതമായിട്ടൊന്നും അല്ല. അത് പാർട്ടി അജണ്ട തന്നെ സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് എഴുതി കൊടുത്ത കാര്യം അദ്ദേഹം അത് പ്രസന്റ് ചെയ്തു എന്നാണ് പറയാനുള്ളത്. കാരണം നിരോധനത്തിലേക്ക് പോകുന്ന ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത നിരോധനത്തിലേക്ക് പോകുന്ന മാധ്യമങ്ങൾ പറയുന്ന ഒരു പ്രസ്ഥാനം, അത്
RSSനെയും BJP എതിർക്കുന്നതിന്റെ പേരിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം MK ഫൈസി അറസ്റ്റ് ചെയ്ത കേസ് ഏതാണ്ട് 2 വർഷമായിട്ട് കോടതിയിലുള്ള കേസ്. ആ കേസിൽ പല ആളുകൾക്കും ആ കേസ് തന്നെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകൾക്കും ജാമ്യം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് MK ഫൈസിനെ ഇതിൽ പറിച്ച് അദ്ദേഹം ഹാജരാവാൻ പോയപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു വരത്തലാണ് അല്ലെങ്കിൽ വേരിയേഷനാണ്. ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പിന്നെ മലപ്പുറത്തെ ഓഫീസിലും മലപ്പുറം എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അതിന്റെ പേരിലാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കോൺഗ്രസ്സുകാരൊന്നും മിണ്ടാതിരിക്കുക, എന്നിട്ട് കോൺഗ്രസ് SDPയുടെ തടവറയിലാണെന്ന് പറയുന്ന ഗോവിന്ദ മാഷിന്റെ വൈരുദ്ധാത്മ ഭൗതികവാദമൊക്കെ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.